भरोसा रखो और परमेश्वर के बड़े कामों के भूल ना जाए, परंतु उसकी आज्ञाओं का पालन करते रहो. നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പന പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ളവരെ തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. जिससे वे परमेश्वर का भरोसा रखे और परमेश्वर के बड़े कामों को भूल ना जाए, परंतु उसकी आज्ञाओं का पालन करते रहो और अपने पितरों के समान ना हो, क्योंकि वह पीढ़ी से पीढ़ी के लोग तो हठीले और झगड़ालू है. ആമേൻ ആമേൻ. അവരുടെ തലമുറകൾ ദൈവസന്നിധിയിൽ ആമേൻ ഹൃദയത്തെ കഠിനമാക്കിയ ഒരു തലമുറയായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. और उनका पितरों के समान ना हो, क्योंकि पीढ़ी के लोग हो हठीले और झगड़ालू थे. അത് ദൈവം പറയുന്നത് ആദ്യത്തെ തലമുറകൾ അല്ല പിതാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം, നിങ്ങൾ ആ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. वहां पर एक गवाही रहता है, तुम्हारा बुजुर्गों की मन की न्याय आज के दिन ना हो. പിതാക്കന്മാരുടെ മനസ്സുപോലെ നിങ്ങൾ ആയി തീരാതിരിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. पितरों की जीवन की हाल की आधार पर आज की पीढ़ी जाना नहीं, चलना नहीं, ये चेतावनी वहां पर दिया देता है. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പ്രവർത്തികളെ മറക്കരുത്. ऐसा ही ना करे, इसी कारण में एक सूचना देता है 7वां पद में, परमेश्वर की भरोसा रखे और परमेश्वर के बड़े बड़े कामों के भूल ना जाए. അതെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തികളെ മറക്കരുത്. परमेश्वर ने जो कुछ हमारे में किया है वो भूल ना हो. മനുഷ്യന് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. मनुष्य को प्रत्येक स्वभाव होता है. മറക്കേണ്ട കാര്യങ്ങളെ മറക്കാതിരിക്കുകയും മറക്കരുതാത്ത കാര്യങ്ങളെ മറക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. मनुष्य की स्वभाव यही है, वो भूल ना जाए, वो भूलता नहीं है, भूलना नहीं है, वो स्मरण रखता है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മൾ മറക്കേണ്ട കാര്യങ്ങളെ മറക്കണം, പക്ഷേ परमेश्वर के वचन यही रहता है, भूलने की बात भूल जाना चाहिए. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കുകയും വേണം. स्मरण रखने की बात स्मरण रखना चाहिए. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതായ അനേക കാര്യങ്ങളെ മറന്നുപോകും. हमारा जिंदगी में याद रखने का, स्मरण रखने का कई बात हम भूल जाते हैं. ഇവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ മറക്കരുത്. यहाँ पर भी वचन रहता है, भूल ना जाए. ആമേൻ. എന്താ മറക്കാൻ പാടില്ലാത്തത്? ദൈവത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. परमेश्वर के कामों को भूल ना हो, वचन दिया है. ഇന്ന് പകൽക്കാലം നമ്മൾ പാടിയപ്പോഴും പറഞ്ഞത് അതാ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ദൈവം ചെയ്ത പ്രവർത്തികളെ നമ്മൾ മറന്നു പോകരുത്. आज गीत के द्वारा भी वो ही हमें स्मरण दिलाया है, प्रभु की काम कार्य वो भूल ना हो. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ നടത്തിയത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, അത് ഒരിക്കലും നമ്മൾ മറക്കരുത്. प्रभु ने जो कार्य दिया, हमारे में काम कार्य किया, वो ना भूल जाए. പലപ്പോഴും ഇങ്ങനെയാ ആമേൻ മനുഷ്യർ ചെയ്യുന്നത്. ഒരു മരത്തിന്റെ മേളിൽ കയറിയിട്ട് മരത്തിന്റെ മൂട് മറന്നു പോയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച്. जो एक व्यक्ति एक झाड़ के ऊपर चढ़ गया है, उसका जड़ बढ़ जाएगा तो हाल क्या होता है. എന്ന് പറഞ്ഞാൽ ആമേൻ എത്തേണ്ട സ്ഥാനത്ത് എത്തി കഴിയുമ്പോൾ പലതും മറന്നു പോകുന്ന ഒരു സ്വഭാവം. हम जिन स्थान में पहुंचे वहां पर किया करने का काम भूल जाता है.
ആമേൻ. വളരെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ആമേൻ പ്രയത്നവും കൊണ്ട് പ്രോത്സാഹനവും കൊണ്ട് എത്തിപ്പെടേണ്ട സ്ഥാനത്ത് എത്തിപ്പെട്ടിട്ട് അതെല്ലാം മറന്നു പോകുന്ന ഒരു സ്വഭാവം. औरों की प्रार्थना, मदद, सेवकाई, काम कार्यों में जिन स्थान में पहुंचने का है, पहुंच गया है, किया हुआ सारे बात भूल जाते हैं. എത്തിപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം അങ്ങ് മറന്നു കളയുക. जो हाथ में मिल गई है, जो प्राप्त करने का चीज प्राप्त किया है, जो कहां से आया, कौन मदद किया, किसका द्वारा हो गया, ये सारे बात भूल जाते हैं. അതെ ആമേൻ. നമുക്ക് പിന്നിൽ അധ്വാനിച്ച അനേക ആൾക്കാരുണ്ട്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അനേകരുണ്ട്. हमारे पीछे और मेहनत किया, प्रार्थना किया, प्रयत्न किया, बहुत सारे लोग हमारा पीछे है. നമുക്ക് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ച അനേകം പ്രിയപ്പെട്ടവരുണ്ട്. हमारे और हमारा अनुग्रह के कारण के लिए वो आज के साथ भूखे बैठ के प्रार्थना किए हुए बोरो लोग है हमारा पीछे. ആമേൻ. അത് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. जो भूल ना हो. കാരണം നമ്മളെപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നമുക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന്. हम कई बार यही बात कहना जाता है, भूल नहीं जा सकते. അത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നമുക്ക് വിരോധമായി ചെയ്ത പ്രവൃത്തികളായിരിക്കും നമ്മൾ എപ്പോഴും അങ്ങനെ പറയുന്നത്. शायद हो हमारा विरोध में लड़ते हैं, वो लड़ाई को देखते हुए हम ये बात बता रहा है. എന്നാൽ അങ്ങനെ അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ എത്തിയിട്ടില്ല. और वो बात मुझे को स्मरण रख नहीं सकते हैं, ये बात कहेगा तो उसको अच्छे मन फिरावट में नहीं आया है. കാരണം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാതെ ഒരു പുതിയതൊന്ന് ധരിക്കാൻ കഴിയത്തില്ല. और पुराना हमारे यीशु में आने के पहले हमारा हाल क्या था वो उतार दे, और नहीं उतारेगा तो नया सिरे से आने आ नहीं सकते हैं. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവർ നമുക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചതും സംസാരിച്ചതും ഇടപെട്ടതും അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവം നമ്മെ എങ്ങനെ ക്ഷമിക്കും? हमारा विरोध में लड़ाई ही वो लड़ते रहे, जो बात हम नहीं भूलेगा तो हमारा सर्वशक्तिमान ईश्वर ने हमारे में क्या क्षमा देंगे. പലപ്പോഴും നമ്മൾ നമ്മുടെ കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരുടെ മേൽ ഇടാനാണ് ആഗ്രഹിക്കുന്നത്. हम और हमारा कुറ്റാരോपित बात है और दंड की बात है, औरों को ऊपर डालने के लिए हम चाहते हैं. മിക്കവാറും ആൾക്കാര് ഈ പീലാത്തോസായി മാറുന്ന ഒരു സ്വഭാവമുണ്ട്. कई लोग पिलातोस की नाई पानी हाथ में डालकर धोकर चले जाते हैं. ഇതില് എനിക്ക് ഒരു പങ്കുമില്ല, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ചെയ്തത് മറ്റുള്ളവരെന്ന് വരുത്തി തീർക്കുക. और मैंने कुछ किया नहीं, बोला नहीं, औरों ने बात किया है, वो बात कहकर दंड उनका ऊपर डालकर चले जाते हैं. അത് പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം ആദമിൽ നിന്നും കിട്ടിയ ഒരു സ്വഭാവമാണ് അത്. वो पुराना पिताओं आदम और ईव की तरफ से मिला हुआ बात है. കാരണം ആദമിനോട് ദൈവം ചോദിച്ചപ്പോൾ അവൻ ഒരു കുറ്റവും ഏറ്റെടുത്തില്ല, അവൻ മൊത്തം ഹവ്വയുടെ മേലിട്ട് കൊടുത്തു. और इधर आदम को पूछताछ की तब अपनी गलती मान लिया नहीं और हुआ के ऊपर डाल दिया है. ഹവ്വയോട് ചോദിച്ചപ്പോൾ അവളും അത് മറ്റൊരാളുടെ തലയിലിട്ട് വെച്ചു കൊടുത്തു. और युवा को पूछताछ की तब सर्प के ऊपर काम डाल दिया है. എന്നാൽ ആമേൻ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ആമേൻ പിതാക്കന്മാരുടെ അവസ്ഥ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. और भजन धर्मशास्त्र मनन करने का समय है, और हमारा पुरखाओं ने क्या हाल में चले गया वो स्मरण रख सकते हैं. ആമേൻ ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാലും ആമേൻ നെഹമ്യാവിന്റെ ജീവിതത്തിൽ നോക്കിയാലും ഏതൊരു ഭക്തന്റെ ജീവിതത്തിൽ നോക്കിയാലും അവർ തങ്ങളുടെ കുറ്റം മറ്റൊരു വ്യക്തിയിൽ ഇടുകയല്ല ചെയ്തത്. यिर्मयाह के बारे में हो,
और भविष्यवक्ता की स्मरण में हो, वो लोग गलती पिताओं ने पुरखाओं ने किए हुए काम दूसरा का ऊपर नहीं डाला, अपने कंधे पर लिया है. കാരണം അവർ പറഞ്ഞത് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്ത അകൃത്യങ്ങളാ ഞങ്ങൾ ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഏറ്റു പറയാനിടയായി. और उन्होंने ये बात प्रार्थना की, और हम हमारा पुरखाओं ने ये गलत काम की, उसके कारण में ये हाल हमारे में अभी आ गया है. ആമേൻ. അതുകൊണ്ടാണ് ദാവീദും പറയുന്നത് മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വെളിപ്പെടാതിരിക്കുന്ന പാപങ്ങളും ഉണ്ട്, അതിൽ നിന്നും എന്നെ വിടുവിക്കാൻ. इसी कारण में दावीद ने बताता है, हमारे स्मरण में नहीं आता है, गुप्त बात है, जो बात क्षमा करके हमें शुद्ध पवित्र करे. ആമേൻ. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട്. 19वां भजन संहिता में दावीद ने स्पष्ट रीति पर वो बात दिया है. അത് പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആമേൻ 12-13 വാക്യങ്ങളിൽ വരുമ്പോൾ ദാവീദ് പറയുന്നു, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. 19वां भजन संहिता में 12-13वां पद में यही दिया, अपने भूल चूक को कौन समझ सकता है, मेरा गुप्त भावों में से तू मुझे पवित्र कर. കാരണം അതൊന്നും എന്റെ തലമേൽ നിൽക്കരുത് എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. हमारा सिर पर वो नहीं रहे. കാരണം ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. मानव जाति हो, हमारे जीवन में कई प्रकार की गलती आप पहुंचते हैं. എന്നാൽ ദൈവവചനം പറയുന്നു, അത് നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. और हम परमेश्वर की और अपने आप की और गलती माफी मांगे, प्रभु परमेश्वर हमें माफी दिया देंगे. കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നതായ അനേക കുറവുകൾ, കുറ്റങ്ങൾ ദൈവം ക്ഷമിച്ച് ഇന്നും നമ്മെ നിർത്തിയിരിക്കുക. बीते वर्षों में हमारा जीवन में क्या कुछ गलती होते हैं, प्रभु से माफी मांगे, प्रभु हमको माफी दिया देगा. ആമേൻ. ഇവിടെ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. यहाँ पर दिया है, प्रभु ने हमारे में कुछ काम किया है, भूलना ना हो. കാരണം സങ്കീർത്തനം പറയുന്നത്, ആമേൻ, ദൈവം നമ്മോട് ക്ഷമിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണമല്ല, ആമേൻ, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണവുമല്ല ദൈവം നമുക്ക് പകരം ചെയ്യുന്നത്. वचन हमें यही बात सिखाता है, हमारा अपराध के कारण नहीं, प्रभु ने हमें माफी दिया, वो माफी के आधार पर जीना है. കാരണം ദൈവം നമ്മുടെ മേൽ അത്രയും ആമേൻ കൃപയും ദയയും ഉള്ളവനായി തീർന്നു. कारण यही है, प्रभु ने हमारे और इतना दया करने वाले हैं. 103-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. 130वां भजन संहिता में 8वां पद में यही वचन हम देखते हैं. അവിടെ പറയുന്നത്, യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. यहोवा दयालु और अनुग्रहकारी, विलंब से कोप करने वाला और अधिक करुणामय है. മാത്രമല്ല 10-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. और 10वां पद में दिया है, उसने हमारे पापों के अनुसार हमसे व्यवहार नहीं किया और न हमारे अधर्म के कामों के अनुसार हमको बदल दिया है. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. 11वां पद में दिया है, जैसा आकाश पृथ्वी के ऊपर ऊंचा है, वैसा ही उसकी करुणा उसके डरवैयों के ऊपर प्रबल है. മാത്രമല്ല, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും ഏറ്റു പറയുമ്പോൾ ദൈവം പറയുന്നത്, हमारा अपराध, हमारा दंड के कारण जो क्रोधित शब्द काम प्रभु की ओर हम मांगे, बात करे, ऐसा होवे तो अपराध को ढांप देते हैं.
ഇവിടെ പറയുന്നത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. यहाँ पर 12वां पद में यही है, उदयाचल अस्तमयाचल से जितनी दूर है उसने हमारा अपराधों को हमसे उतनी ही दूर कर दिया है. മാത്രമല്ല അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. जैसे पिता अपने बालकों पर दया करता है वैसा ही यहोवा अपने निर्वैयों पर दया करता है. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. क्योंकि वह हमारा सृष्टि जानता है और उसको स्मरण रखता है कि मनुष्य मिट्टी ही हूँ. എന്ന് പറഞ്ഞാൽ ഏത് സമയവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിക്കാം, പക്ഷേ ദൈവം അത് നമ്മോട് ക്ഷമിക്കും. जो वचन देखते हैं हमारा जीवन में औरों ने कुछ आरोपित करने के लिए हमारा जीवन में गलती की हाल होते हैं, लेकिन यहोवा परमेश्वर ने वो सारे सब गलतियों ढांक देते हैं. എന്നാൽ നമുക്ക് ദൈവം ക്ഷമിക്കുന്നത് പോലെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? परमेश्वर ने हमारा ऊपर क्षमा देता है, इसी राय हम क्षमा दे सकते हैं. നമ്മൾ ദൈവ മക്കളെന്ന് പറയുമ്പോൾ നമ്മളും അതുപോലെ ആയി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. हम परमेश्वर की संतान बने, हम भी परमेश्वर की ओर लगे रहे. കാരണം ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ പോലെ ആയിരിക്കണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുക. परमेश्वर की संतान परमेश्वर की मन की न्याय जाना है, यही बात प्रभु इच्छा करते हैं. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിലതെല്ലാം പൂർണ്ണമായിട്ടും മറന്നേ മതിയോ. वो कहने की अर्थ यही है, कई बात छंद बात हमारे आत्मिक तौर पर जागृति में आने का बदलावट होवे तो उसको त्याग करना चाहिए. അത് നമ്മൾ മറക്കാത്തിടത്തോളം ചിലത് നമുക്ക് ഓർത്തു വെക്കാൻ കഴിയത്തില്ല. जो भूल ना हो ऐसा होवे तो कई बात अपना सकता नहीं. കാരണം നല്ല കാര്യങ്ങൾ ഓർത്തു വെക്കണമെങ്കിൽ പഴയതെല്ലാം നമ്മൾ മറന്നേ മതിയോ. और अच्छे बात हमको अपनाना चाहता है तो पुराना बात त्याग करना चाहिए. എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയുടെ നന്മ കാണണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുണ്ടായ തിന്മകളോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറവുകളോ നമ്മൾ എന്നേക്കും മറന്നേ മതിയോ. वो एक व्यक्ति की ओर से हमको कुछ प्राप्त करने का चाहता है तो उनमें से हमारा विरोध में आए सारे बात भूलना चाहिए. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പഴയതെല്ലാം മറന്നു, ഇനി എനിക്കൊരു പുതിയ പൗലോസ് പറയുന്നത് പോലെ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുന്നുവെന്ന് നമ്മൾ പറയാറുണ്ട്. यहाँ पर हम यही बात है, पुराना हमारा जीवन में जो कुछ हो गया है घटना है ये त्याग करे, आगे हमको प्राप्त करने का चीजों को पकड़ने के लिए आगे बढ़ो. കാരണം നമുക്ക് മുൻപിലുള്ളത് പ്രാപിക്കണമെങ്കിൽ പിൻപിലുള്ളത് മറന്നേ മതിയാവും. आगे हमको मिलने का जो चीज चाहे तो पीछे की बात को हटाना चाहिए. പക്ഷേ നമ്മൾ മറക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നല്ല പ്രവർത്തികളല്ല. हमारे परमेश्वर ने हमारे लिए किया है भले भले भक्ति की बात नहीं. അല്ലെങ്കിൽ മനുഷ്യർ നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളല്ല നമ്മൾ മറക്കേണ്ടത്. मनुष्यों ने हमारे लिए किया भले भक्ति की बात नहीं और बुरे बात को त्याग करना चाहिए. അതെ, നമുക്ക് സംഭവിച്ചതായിട്ടുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും നമുക്കത് മറക്കാം. हमारे में जो कुछ चीज नुकसान हो गया नष्ट हो गया वो बात भूलना चाहिए. പ്രൈസലോടെ ദൈവകൃപയാൽ ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. और परमेश्वर की दया से परमेश्वर के दास को एक वरदान प्रभु ने यही दी है. പ്രൈസലോടെ കാരണം ദൈവവുമായിട്ട് അടുക്കുമ്പോൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാനിടയായി. प्रभु की ओर आते हैं, प्रभु की ओर एक वायदा बनाता है. കാരണം പ്രൈസലോടെ ദൈവവുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ
ദൈവത്തിന് ഹിതമില്ലാത്തതോ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ തള്ളിക്കളയുക. और हमारा मन भावनी ऐसी आते हैं, सोच विचार करे, ये बातों में परमेश्वर ने प्रसन्न करे ना करे, ये सोच विचार कर कर बदले बुराई की काम हो तो त्याग करना. കാരണം പലരും പറയാറുണ്ട്, പക്ഷേ ആമേൻ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, ബുരാനൈ മാന്ന, തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിലത് പറയാറുണ്ട്. और कईयों ने बातचीत करने का समय बुराई ना माने ऐसी बात कहते हैं. ഒരിക്കൽ ഒരു വ്യക്തി, എൻ്റെ ഒരു വിശ്വാസി എന്നോട് കുറെ കാര്യങ്ങൾ ഇതുപോലെ സംസാരിച്ചു. और परमेश्वर के दास की और एक विश्वासी ने कई बात इसी प्रकार बातचीत की है. സംസാരിച്ച് ഒത്തിരി ഓവറായിട്ടാണ് സംസാരിച്ചത്. बातचीत करते 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 बहुत ज्यादा से बातचीत करने लगा. എന്നിട്ട് അവസാനം പറഞ്ഞു ബുരാനി മാന്ന, തെറ്റിദ്ധരിക്കരുതെന്ന്. और अंतिम में बताया है और बुराई ना मानना. ഇപ്പോഴല്ല, ചില വർഷങ്ങൾക്ക് മുമ്പാ, പക്ഷെ അത് എനിക്ക് വളരെ ഭാരമായി തോന്നി. और अभी की बात नहीं है, बहुत सालों की पीछे की बात है, लेकिन परमेश्वर की दास के मन में और वेदना लगा. അത് ആമേൻ എനിക്ക് വളരെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഞാൻ ഒത്തിരി ഭാരപ്പെടുകയും ചെയ്തു. और परमेश्वर की दास ये बात सुनते हुए उनका छाती पर वेदना आया है और बोझ उठाया है. അന്ന് ഞാൻ ദൈവസേനയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. उसी दिन बहुत प्रार्थना में लगे रहा. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. प्रभु की आत्मा मेरा साथ बातचीत की. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന് ദൈവ പൈതലായി മാറിയെങ്കിൽ, मन बनाया, बपतिस्मा लिया, परमेश्वर की और उनका संतान बना दिया है तो ദൈവത്തിന്റെ വചനവുമായി ദൈവ സാക്ഷിയായി നിൽക്കാൻ ആരംഭിക്കുമ്പോൾ, और परमेश्वर की वचन हाथ में लेकर गवाह बनने के लिए तैयारी होकर खड़ा होएगा तो പൗലോസ് പറയുന്നത് പോലെ ഞാൻ മരണപ്പെട്ടു, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതുണ്ട്. प्रेरित पौलुस ने यह बात दी है, मैं तो मृत्यु हो गया, अभी जिंदा होवे तो प्रभु की आत्मा है. അങ്ങനെ നമ്മൾ ചിന്തിക്കുവാനും അങ്ങനെ നമ്മൾ ജീവിക്കുവാനും ആരംഭിക്കുമ്പോൾ, ऐसा ही जीने के लिए तैयारी होता है, ऐसा की है हमारा मन में वो रास्ता आते हैं. ആ സമയങ്ങളിൽ നമുക്ക് വിരോധമായിട്ട് കടന്നു വരുന്നതൊന്നും നമുക്ക് വേദന ഉണ്ടാക്കുന്നതായി തീരത്തില്ല. वो ही हाल में हमारा विरोध में आते हैं, हमारे में दुख आता नहीं, वेदना नहीं होता है. കാരണം അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. मैं वही निर्णय लिया, उसके बाद में मेरा जिंदगी में बहुत फर्क पड़ गया है. അതിനുശേഷം എന്റെ ചെവിയിൽ കേൾക്കുന്നതും എന്റെ കണ്ണാൽ കാണുന്നത് പോലും എനിക്ക് അത്രയും വേദന ഉളവാക്കാൻ ഇടയായിട്ടില്ല. उसके बाद में मेरा कान में आते हैं, मेरा आंख देखते हैं, उसमें से कुछ वेदना नहीं होता है. എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ള സംഭവങ്ങൾ പോലും എനിക്ക് അത് അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. और परमेश्वर की दास के मन में ये बात आया, उसके बाद में सीधा सादा देखा है, सीधा सुना है, उसमें कुछ मुझे को और दुख नहीं हुई. കാരണം പല കാര്യങ്ങളും എനിക്ക് ഈ തെളിവില്ലാതെ ഞാൻ പെട്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല. कई बात हमारा कान में आते हैं, सबूत नहीं होवे तो मैं नहीं विश्वास करता है. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവ് ഇതിന്റെ യഥാർത്ഥ തെളിവ് എനിക്ക് തരണം. ऐसा हुई वो समय में प्रभु को मांगते हैं, प्रभु उसकी सबूत मुझे को दिखा दे. നിശ്ചയമായിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങള് അനുഭവം എനിക്കുണ്ട്. निश्चय ही बहुत सारे अनुभव परमेश्वर के दास की ओर है. എന്നാൽ അത് പ്രൈസലോട് ആര് എന്ത് പറഞ്ഞാലും അത് എനിക്ക് അത്രത്തോളം വേദന ഉളവാക്കുന്നത്, എനിക്ക് വേദന ഉളവാക്കാറില്ല ഇപ്പോ. उसका बाद में कोई किसी ने कुछ ना कुछ कहे, अभी तो वेदना नहीं होता है. കാരണം ഒരിക്കലും ഒരു ദൈവദാസൻ എന്നോട് ചോദിച്ച, പക്ഷേ അദ്ദേഹം കൂടെ ഇരിക്കുമ്പോൾ വേറൊരു വ്യക്തിയായിട്ട് സംസാരിച്ച ചില വിഷയങ്ങളുണ്ടായി.
एक व्यक्ति की ओर से मेरे और आया, पास्टर साहब आपने ऐसे बातचीत किया है, वो सही नहीं है, ये बात मेरे मन में आया है. എന്ന് പറഞ്ഞാൽ പ്രൈസലോ ഞങ്ങൾ 2-3 ദൈവദാസന്മാർ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ മോശമായ രീതിയിൽ എന്നോട് ഇടപെടാനിടയായി. कई पास्टरों के साथ, पासवान के साथ बातचीत करते हैं ही समय एक परमेश्वर के दास ने मेरे विरोध में बात किया, स्मरण आया है. എന്നാൽ ആമേൻ ഞാൻ ആ സമയത്ത് ഒന്നും മറുപടി പറയാൻ പോയില്ല. പറയുന്നതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതെ ഇരുന്നു. और ये बात सुनते सुनते बैठा है, कुछ जवाब नहीं दिया है. കാരണം അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. और जवाब देने का कोई जरूरत नहीं है, इसका मतलब उसके कारण मेरे में नहीं है. ഇപ്പൊ കൂടെ ഇരുന്ന ദൈവദാസൻ ചോദിച്ചു, പാസ്റ്റർ എന്താ അതിനൊന്നും മറുപടി പറയാത്തതെന്ന് എന്നോട് ചോദിക്കാനിടയായി. साथ बैठा हुआ परमेश्वर के दास ने पूछा है, आप क्यों जवाब नहीं देते हैं? അതെ, ഇത്രത്തോളം പറഞ്ഞിട്ട് പാസ്റ്റർ എന്തുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ പോയില്ല? इतने आपकी विरोध में बातचीत करते ही रहा, आपने क्यों जवाब नहीं देते हैं? ഞാൻ പറഞ്ഞു, എനിക്കത് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആരെന്നും എനിക്കറിയാം, എന്റെ ദൈവത്തിനും അറിയാം. ये सवाल की जवाब देने का कोई जरूरत नहीं. इसका मतलब मैं कौन हूं, मेरा परमेश्वर कौन हूं, उनको मुझे जानकारी है. കാരണം ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുമ്പാകെയും നമ്മുടെ സത്യസന്ധതയോ അല്ലെങ്കിൽ തെളിവോ നിരത്തിയിട്ട് ഒരു കാര്യവുമില്ല. सांसारिक लोगों के बीच में हमारा कुछ ना कुछ बात कहेगा तो कोई फायदा नहीं होता है. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും അത് നീതിയോട് കൂടെ ആയിരിക്കണം. हम मसीह के चरणों पर बैठता है और धार्मिकता के साथ. കാരണം ഒരു മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ആവശ്യം, ദൈവത്തിൽ നിന്നുള്ള ആമേൻ ആ സാക്ഷ്യമാണ് നമുക്ക് ആവശ്യം. और मनुष्यों की और ये कुछ सर्टिफिकेट की जरूरत नहीं, परमेश्वर ने हमारे और क्या कहते हैं उसके बारे में. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും ആമേൻ യോഗ്യരായി ദൈവത്തിൽ നിന്ന് ഒരു സാക്ഷ്യം പ്രാപിക്കുന്ന വ്യക്തിയായി തീർന്നാൽ മാത്രമേ ദൈവം നമ്മിൽ സന്തോഷിക്കത്തുള്ളൂ. और परमेश्वर की ओर से एक अच्छा गवाह बनना, ऐसा बनेगा तो प्रभु में से हम धन्य होते हैं. ഇസ്രായേൽ ജനങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. इस्राएलियों ने परमेश्वर के विरोध में लड़ते हुए हाल हम देखते हैं. അവരെ ആമേൻ അവർ കഷ്ടത്തിലായിരിക്കുമ്പോൾ നിലവിളിക്കും, ദൈവം അവരെ വിടുവിച്ച് അനുഗ്രഹിക്കുമ്പോൾ അവർ വീണ്ടും ദൈവത്തെ മറക്കും. और दुख की, कष्ट की समय परमेश्वर की ओर चिल्लाते हैं, प्रभु ने उसका जवाब देते हैं, थोड़ा सा समय के बाद में वो भूल जाते हैं. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മൾ മറന്നു കളയുന്ന സ്വഭാവം. और हमारा जिंदगी में कई प्रकार की समय और किए हुए अनुग्रह भूल जाते हैं. ये हाल ആമേൻ. അത് മാത്രമല്ല, ദൈവവചനം പറയുന്നത് ദൈവം ചെയ്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. केवल इतना ही नहीं, परमेश्वर ने हमारे जिंदगी में कुछ मदद अनुग्रह दिया है तो हम भूलना नहीं. ആമേൻ. എന്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആമേൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. परमेश्वर के दास की जिंदगी में हर समय प्रार्थना करते हैं, जागते रहते हैं. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും ദൈവം ആമേൻ ചെയ്ത പ്രവർത്തികൾ ഒന്നും മറക്കരുത്. അതുപോലെ മനുഷ്യർ നമുക്ക് വേണ്ടി ചെയ്ത ഒരു നന്മയും മറക്കരുത്. और परमेश्वर ने हमारा जीवन में कोई फलदायक काम किया तो हम भूलना नहीं. അപ്പോൾ ആമേൻ മനുഷ്യരുടെ കൂടെ ദൈവം ചെയ്യുന്ന പ്രവർത്തികളും നമ്മൾ ആ മനുഷ്യരെ ഒരിക്കലും മറക്കരുത്. मनुष्य ने हमारे कुछ मदद किया तो हम कभी भी भूलना नहीं. നമ്മൾ അവർക്ക് വേണ്ടി പ്രതിഫലമായി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. हम उसको प्रतिफल होकर कुछ दे नहीं सकता है तो भी हम उनको लिए प्रार्थना करना अनिवार्य है. ആമേൻ. ഞാനത് ആമേൻ ചെയ്യുന്നുണ്ട്. ആമേൻ. അത് മറക്കാതിരിക്കാൻ ശ്രമിക്കുകയും परमेश्वर के दास ने किया करता है और परिश्रम भी करते हैं.
ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തികളെ മറക്കരുതെന്ന് പറയാൻ കാരണം പഴയ തലമുറ അങ്ങനെ മറന്ന് ദൈവത്തിന് അകന്നുപോയി. वो प्रयत्न को भूलते हैं जो पहले का पीढ़ियों ने ऐसा किया है, इसी कारण में. അതുകൊണ്ട് ദൈവം പറയുന്നത് ആമേ നിങ്ങളുടെ പിതാക്കന്മാർ അത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കും അത് ചെയ്യുവാൻ കഴിയും, പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. इसी कारण में बाइबल में ये वचन है, हमारा पुरखाओं ने परमेश्वर ने किया है जो अनुग्रह को भूल गया है, लेकिन हमने ऐसा भूलना नहीं, ये चेतावनी देता है. ആമേൻ. കാരണം അവർ മറന്നത് കൊണ്ടാണ് ഷാഠ്യമുള്ളവരും മത്സരമുള്ള ഒരു തലമുറയായിട്ട് അവർ മാറിയത്. उन्होंने भूल गया है, इसी कारण में उनका मन कठोर हो गया है. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെ മറക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. परमेश्वर की आज्ञा, परमेश्वर की अनुग्रह से रहित होते हैं, इसी कारण में हम कई बात प्रभु की महिमा भूल जाते हैं. ആമേൻ. 103-ാം സങ്കീർത്തനത്തിലും അത് തന്നെ ആമേൻ ഇവിടെ ഭക്തൻ വിളിച്ചു പറയുന്നു. और 130 भजन संहिता में ये वचन पाया जाता है. 2-ാം വാക്യത്തിൽ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 130 भजन संहिता में 18वां पद में लिखा है, अर्थात उनमें जो उसकी वाचा का पालन करते और उसके पर उपदेशों को स्मरण करके उन पर चलते हैं. ആമേൻ. 2-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. दूसरा पद में लिखा है, परमेश्वर ने हे मेरे मन यहोवा का धन्य कर और उसके किसी उपकार को ना भूलना. അപ്പോൾ ദൈവം ചില ഉപകാരങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. परमेश्वर ने हमारे लिए बहुत प्रकार के उपकार किया है. അത് തന്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി നൽകി തന്നു. एकलौत पुत्र मसीह को हमारे लिए दी है. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോവുക. कई समय कई बार हम भूल जाते हैं. ആമേൻ. ഇവിടെ ഭക്തൻ പറയുന്നത് ആമേൻ താൻ തന്നോട് തന്നെ പറയുക, ഞാൻ ഒരിക്കലും അത് മറക്കരുത്, എന്റെ മനമേ നീ അത് മറന്നു കളയരുത്. और ये भजन संगीता वाले दाऊद ने कहता है, मन कभी भी परमेश्वर ने उपकार किया है वो भूल ना हो. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു, പക്ഷെ ദാവീദ് തന്റെ മനസ്സിനോട് തന്നെ പറയുന്നു, നീ ഇതൊന്നും മറക്കരുതെന്ന്. हम औरों को समझाता है, सिखाता है, लेकिन दावीद ने अपने आप को ये बात करते हैं. ആമേൻ. കാരണം ആമേൻ ചില കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ അതെല്ലാം മറന്നു പോകാൻ സാധ്യതയുണ്ട്. कारण यही है, कई बात कई समय हम किया करता है. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ മനമേ നീ അത് ഒരിക്കലും മറക്കരുത്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ. इसी कारण में वहां पर कहते हैं, मेरा मन यहोवा को धन्य है और उसके किसी उपकार को ना भूलना. കാരണം ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു നന്മ നമ്മൾ ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ കൂടെ അത് പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. मसीह और मसीह की ओर से या मनुष्य की ओर से कुछ उपकार किया, जो उपकार को हम भूल जाते हैं. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുതെന്ന്. धर्मशास्त्र यही सिखाते हैं, वो भूलना नहीं. കാരണം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതായ ആമേൻ നായും പൂച്ചയും, हमारा घर में पालते हैं कुत्ता या बिल्ली, ഇത് രണ്ടിനും രണ്ട് സ്വഭാവമാണ് ഉള്ളത്. ये दोनों को दो स्वभाव होते हैं. ഈ നായ്ക്കൾക്ക് നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മെ മറക്കത്തില്ല, എപ്പോഴും നമ്മെ ഓർത്തിരിക്കും. और कुत्ता को पालते हैं, जो कुछ एक बार उनको ये कुछ चीज दिया है तो कभी भी हमें नहीं भूलते हैं. എന്നാൽ ഈ പൂച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, അതിനെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ണടച്ചേ കഴിക്കത്തുള്ളൂ. और बिल्ली को एक स्वभाव है, आंख बंद कर खाते हैं, पीते हैं. അതുകൊണ്ട് അത് പ്രൈസലോട് ആര് തന്നു, ആരാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് അതൊരിക്കലും ഓർക്കാറില്ല. और दिया है,
मुझे कैसा हो गया कि ये बात उसको बिल्ली को जानकारी नहीं होता है। ആ പൂച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് കിട്ടുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനം മാത്രമേ ഉള്ളൂ. बिल्ली को ये हार है, दिया है, काटा है, वो उसी समय प्रेम लगते हैं। എന്നാൽ ഈ നായ്ക്കൾ അങ്ങനെയല്ല, അത് എപ്പോൾ നമ്മളെ കണ്ടാലും അതിന്റെ സ്നേഹപ്രകടനം അത് നടത്തും. ये कुत्ताओं है, ऐसा बिल्ली की नहीं है, उनका प्रेम प्रकट करते हैं। നമ്മുടെ ജീവിതത്തിലും ആ സ്വഭാവം എപ്പോഴും ആവശ്യമാണ്. हमारा जिंदगी में वही स्वभाव आवश्यकता है। അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അത് ഒന്നും നീ മറന്നു കളയരുത്. इसी कारण में मसीह की वचन है, परमेश्वर ने हमारे लिए कुछ दया किया है, वो भूलना नहीं। അപ്പോ ദൈവത്തിന്റെ പ്രവർത്തികളെയും ദൈവത്തിന്റെ ഉപകാരങ്ങളെയും നാം ഒരിക്കലും മറന്നു കളയരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. धर्मशास्त्र में सिखाते हैं मसीह ने हमारे लिए कुछ भलाई काम किया है जो कभी भी भूलना नहीं। കാരണം നമുക്ക് ആമെ പകരമായിട്ട് ചെയ്യുവാൻ ഒന്നും കഴിയത്തില്ല. कारण यही है हम उसको बदले नहीं कुछ दे सकता है। എന്നാൽ ആ ദൈവ പ്രവർത്തികളെയും ഉപകാരങ്ങളെയും മറക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയും. जो परमेश्वर ने हमारे लिए किया है, दिया है, उपकारों को ना भूले। ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു സ്വഭാവമുണ്ട്. ആമേൻ, ആരെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രോത്സാഹനം ചെയ്തു കഴിഞ്ഞാൽ അവരെ ഓർക്കുകയും അവരെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. परमेश्वर के दास को एक स्वभाव है, कुछ उनको मदद किया है, बोली में से या धन से है, वो उनका नाम भूलना नहीं होता है, लिखे रखते हुए उन्हीं के लिए प्रार्थना करते हैं। കാരണം മാനുഷികമായിട്ട് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളെ എഴുതി വെക്കുക. ആമേൻ, ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക. मानुषिक तौर पर हम भूल जाते हैं, इसी कारण में ना भूले, इसीलिए और कागज में लिख के रखता है, स्मरण रखते हैं। കാരണം ദൈവം പറയുന്നത് അതാ, ഒരിക്കലും നമ്മളത് മറന്നു കളയരുത്. ആ ഉപകാരങ്ങളും പ്രവർത്തികളും മറന്നു കളയരുത്. മറന്നു കളഞ്ഞാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. और मसीह की वचन यही हमको सिखाते हैं, उपकार किया है, भूलना नहीं, लिखे रखो, स्मरण करते ही रहो। ആമേൻ, അവർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുക. ആ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. और ऐसा उपकार किए वालों के लिए उपकार को प्रार्थना करे, स्मरण रखे और लवलिन रहे। കാരണം ഈ നിലയിൽ നമ്മൾ എത്തിച്ചേരുവാൻ അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച അനേകരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. और ऐसी हालत तक पहुंचाया, हमारे पीछे मदद किए वाले और प्रार्थना किए वाले और ये है। നമ്മെ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രോത്സാഹിപ്പിച്ചവരെ ആമേൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. एक पद लेकर शब्द से हमको उपकार किया है, वो लोगों को भूलना नहीं। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് വിരോധമായിട്ട് പ്രവർത്തിച്ചവരും പ്രൈസ് ദി ലോർഡ് അതിന് വിരോധമായിട്ട് നിന്ന് അനേകരുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഓർക്കേണ്ടത്. और हमारा विरोध में लड़े हुए लोग शायद रहे, उसका शब्द स्मरण रखना नहीं, उपकार किए वालों को स्मरण रखना। കാരണം അതെല്ലാം ഓർത്താൽ നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല. അത് നമ്മെ പിന്നിലോട്ട് വലിക്കത്തേ ഉള്ളൂ. हमारा गिरावट देखने के लिए बैठे हुए लोगों को स्मरण रखेगा तो वही स्मरण में आएंगे, हम आगे बढ़ नहीं सकते हैं। മാത്രമല്ല അത് നമ്മുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. केवल इतना ही नहीं, हमारा मन को दुख भरी देते हैं। കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി, നമ്മെ ഒരാള് ഒരു വാക്കുകൊണ്ട് ഒരിക്കൽ പറയുമ്പോൾ നമ്മളത് വീണ്ടും ഓർത്തോണ്ടിരുന്നാൽ നമ്മൾ തന്നെ അത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. और एक व्यक्ति ने हमारा वेदना उठाया, निंदा किया, हमरे मन में रखेगा तो वो निरंतर मन में लगे रहेंगे। അത് നമ്മെ വല്ലാതെ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രശ്നത്തിലേക്ക് നയിക്കുകയേ ചെയ്യത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്രീഡം ലഭിക്കും. और वो शब्द मन में रखना ना कि त्याग करना, मन में रखेगा तो हमें पीड़ा देते हैं। ആമേൻ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തികളും ആമേൻ ദൈവം ചെയ്ത ഉപകാരങ്ങളും മറക്കാതിരിക്കുവാൻ ശ്രമിക്കാം.
इसी कारण में मसीह की वचन हमारा हृदय में रखे, मसीह में जागते हैं और जागृति में रहे, प्रभु में आगे बढ़े. ആമേ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന് വരാം. हमारा जिंदगी में कुछ प्रश्न हो, कुछ प्रतिकूल अनुभव हो, हमारा जिंदगी में आते रहते हैं. അതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായി മാറ്റി തീർക്കും. ये सब कुछ हमारा भलाई के लिए दिया देता है. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. आज सुबह ही वक्त हमारा मसीह के हाथों में हम समर्पण करें. അതെ, ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ ഉപകാരത്തെയും മറക്കാതിരിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. प्रभु ने हमारे लिए किया है, दिया है, उपकार है, अनुग्रह है, स्मरण रखे, लवलिंद है. നമ്മുടെ ജീവിതത്തിൽ വന്ന ആമേ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. हमारा जिंदगी में कुछ बुराई हो, गलती हो, कुछ कमी कटी हो, वो त्याग करके प्रभु ने हमारे में उपकार किया है, वो स्मरण रखे, प्रार्थना में आगे बढ़े. ആമേൻ. മറ്റു മനുഷ്യരാൽ നമുക്ക് ലഭിച്ച നന്മകളെയും ഉപകാരങ്ങളെയും നമുക്ക് ഓർത്ത് ആമേ ദൈവത്തെ സ്തുതിക്കാം. औरों की तरफ से हमको कुछ उपकार दी है, मदद किया है, उसको स्मरण रखते हुए आगे बढ़े. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വരെയുള്ളതെല്ലാം നമുക്ക് മറന്നിട്ട് ഒരു പുതിയൊരു ആമേൻ ഓട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ആമേൻ സ്റ്റെപ്പിലേക്ക് നമുക്ക് മുന്നേറാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. बीते समयों में हमारा जीवन में दुख दिलाया हुआ व्यक्तियों को जो बात को त्याग करते हुए आगे आता है, भलाई की बात में बात स्मरण करते हुए आगे बढ़े. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आइए हमारा आंख वो बुझाए, वो प्रार्थना करे. സ്വർഗസ്ഥ പിതാവാ, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം हे ചെയ്യുന്നു. स्वर्गीय पिता, ये फलवंत समय के लिए धन्यवाद. ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് അവിടുത്തെ പാതപിടത്തിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. आज सुबह ही वक्त भी हमारा मसीह की ओर आने के लिए प्रभु अवसर दिया, इसलिए धन्यवाद. ആമേൻ. പലപ്പോഴും ഞങ്ങൾ പലതും മറന്നു കളയുന്ന സ്വഭാവം ഉണ്ട് കർത്താവേ. हमारे जिंदगी में अच्छे अच्छे बात भूल जाते हैं, ये स्वभाव हमारे में है. എന്നാൽ ഇന്ന് പകൽക്കാലം തിരുവചന പ്രകാരം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. आज परमेश्वर की वचन के आधार पर तेरे हाथों में हमारा जिंदगी को समर्पण कर देते हैं. മറക്കേണ്ടത് മറക്കുവാനും മറക്കരുതാത്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. जो कुछ भूलना है, जो भूल जाए और अपनाने का है, वो बात स्मरण रखने के लिए अनुग्रह सहाय दे. ഇന്ന് പകൽക്കാലം വചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ये वचन और ध्यान से सुना सारे सबों को तेरे हाथों में समर्पण कर देता है. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता और पुत्र और पवित्र आत्मा के नाम में आशीष देते हुए, अनुग्रह करते हुए प्रार्थना करते हैं. വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. वचन के आधार पर जीने के लिए हम सबों को आदर दे. ശുശ്രൂഷിപ്പാൻ ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए हमको भी सहाय दी, इसलिए धन्यवाद. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना, जवाब है यीशु मसीह के नाम की है. ആമേൻ. ആമേൻ. आमीन, आमीन.